ഹലോ ഗൈസ്, ജിതനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. കാരണം ഇതൊരു അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ സ്പിരിച്വാലിറ്റിയിലോട്ട് വരുന്നത് യാത്രകളിലൂടെയാണ്. 2020 കൊറോണ നിങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു സമയമാണെന്ന് വിചാരിക്കുന്നു. കൊറോണ ഉള്ള സമയത്ത് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്തായിരുന്നു കൊറോണ വരുന്നത്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റാണ്ടായി തിരിച്ച് ജോബിന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നാളുണ്ടായിരുന്നല്ലോ ആ കൊറോണയുടെ ഈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഴയ പോലെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളിലോട്ട് വിസിറ്റിന് പോയി തുടങ്ങി. കാരണം ആ സമയമാകുമ്പോഴേക്കും ലൈഫിൽ പണികൾ വന്നു തുടങ്ങി, പുറകിൽ പണികൾ വന്നു തുടങ്ങി. ആ പണികൾക്ക് എന്ത് ശാശ്വതമായ പരിഹാരം എന്നുള്ള കണ്ടെത്തലിലായിരുന്നു ഞാൻ ഈ സ്പിരിച്വൽ ജേണിയിലോട്ട് വരുന്നത്. ഞാനും ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, എന്നേലും മൂത്തതാണ്. പുള്ളിക്കാരനൊപ്പോഴാണ് ഞങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരിക്കും ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുമാണ്. സ്പിരിച്വാലിറ്റി കുറച്ച് ഹൈ ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കാർ എടുത്തിട്ട് നേരെ പോകും കറങ്ങാൻ വേണ്ടി. വലിയ വലിയ അമ്പലങ്ങൾ, തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ പോകുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട് എന്ന് ചോദിക്കും പലരും. ഈ സ്പിരിച്വൽ ജേണിയിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ പവർ എന്താണെന്ന്. അതും പറയാൻ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾക്ക് പവർ ഇല്ലെന്നല്ല, നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളെക്കാളും കൂടുതൽ പവർ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾക്കാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. നമ്മുടെ നാട്ടിൽ തന്ത്രം കേട്ടില്ലേ, താന്ത്രിക് റിച്വൽസ് ആണ് ചെയ്യുന്നത്. തന്ത്രപരമായ കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വിഗ്രഹങ്ങൾക്ക് ചൈതന്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പവർ ഉണ്ടാവില്ല. അത് പരശുരാമൻ നമുക്ക് തന്നൊരു പണിയാണ്. പക്ഷേ തമിഴ്നാട് അമ്പലങ്ങളൊക്കെ അങ്ങനെയല്ല. നമുക്ക് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ അമ്പലത്തിൻ്റെ ചൈതന്യം കൂടെയുള്ളൂ, കുറയില്ല. ഇനി നോർത്തിലോട്ട് പോകുമ്പോൾ യന്ത്രങ്ങൾ വെച്ചിട്ടാണ് അവർ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പൂജാരിമാർ ചെയ്യണ പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഒരിക്കലും അവർ ചെയ്യുന്നത്. അവരൊരു ആരതി എത്തിക്കും, എന്തെങ്കിലും മന്ത്രം ചൊല്ലും, അതിനായിട്ട് ആരതി നമ്മളിങ്ങനെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുതരും. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നട അടച്ചിട്ട് വലിയ വലിയ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഒന്നും തമിഴ്നാട്ടിൽ ചെയ്യുന്നില്ല. അപ്പോൾ ടോപ്പിക്കിലോട്ട് വരാം. ഞാൻ ഈ സ്പിരിച്വൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് യാത്രകളിലൂടെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ലൈഫിലോട്ട് കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡിവൈൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് വരാൻ തുടങ്ങി. അതും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു മുന്നത്തെ വീഡിയോ, ഗെറ്റിംഗ് പോസിറ്റീവ് എനർജി ഫ്രം ഡിവോഷണൽ പ്ലേസസ്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും, എങ്ങനെ അമ്പലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പവർ എടുക്കാം. അതും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെനിക്ക് പറഞ്ഞു തന്ന വിദ്യകളാണ്. ഞാൻ പുള്ളിനെയാണ് ആദ്യമായിട്ട് ഒരു ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കണക്കാക്കിയിട്ടിരുന്ന ഒരു പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ നിന്നും കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ നമുക്ക് കാര്യങ്ങളുടെ വഴി നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് ഇത് നിങ്ങളിലോട്ട് പറഞ്ഞു തരുന്നവിടെ, അതേപോലെ ആ അമ്പലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും. ഞാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 2 മാസം കൊണ്ട് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ അമ്പലങ്ങളെയും ഞാൻ കണ്ടു തീർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരുകൻ്റെ 6 പടവീടുകളിൽ ഒരു പടവീട് മാത്രമേ എനിക്ക് പെൻഡിങ് ഉള്ളൂ കാണാൻ വേണ്ടി, തിരുത്തനി. അതേപോലെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ 2 അതായത് നമ്മുടെ കാഞ്ചീപുരം ക്ഷേത്രവും അതേപോലെ കാളഹസ്തി പെൻഡിങ് ഉള്ളൂ. അതേപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ 7 2 മാത്രമേ പെൻഡിങ് ഉള്ളൂ, ബാക്കിയെല്ലാം കണ്ടു. മധുര മീനാക്ഷി, അതേപോലെ വരദരാജ പെരുമാൾ, അങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം ഞാൻ, തഞ്ചാവൂർ ക്ഷേത്രം, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് എനർജീസ് എടുക്കാം. ഞാൻ പറഞ്ഞു അമ്പലങ്ങൾ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എനർജീസ് എടുക്കാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങളിലോട്ടും എനിക്ക് ഈ അറിവുകൾ പറഞ്ഞു തരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് നവഗ്രഹ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുണ്ടെങ്കിൽ നമുക്ക് നവഗ്രഹങ്ങൾ ചെയ്യണ സമയത്ത് നമുക്കൊരു സ്പിരിച്വൽ ജേണി തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഈ ജേണിയിലോട്ട്. അപ്പോൾ കുറച്ച് ടെമ്പിൾ സീരീസ്, അതായത് ഒരു അമ്പലങ്ങളെ പറ്റിയും കുറച്ച് വീഡിയോസ് ചെയ്യാൻ, ഇത് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു ടോപ്പിക് വരുന്നു. ഞാനപ്പോൾ പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചാണ്, ഇപ്പോൾ സമയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസ് തുടങ്ങി ടെമ്പിൾ സീരീസ് ആയിരിക്കുള്ളൂ. അടുത്ത ഫസ്റ്റ് വീഡിയോ മാമാനിക്കുന്ന് ദേവി ടെമ്പിൾ, നിങ്ങൾക്കറിയാമായിരിക്കും. എസ്പെഷ്യലി നമ്മുടെ കണ്ണൂർകാർക്ക് അറിയാവുന്നൊരു ക്ഷേത്രമാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതിനെപ്പറ്റി ആയിരിക്കുള്ളൂ ആദ്യത്തെ ടെമ്പിൾ സീരീസിൻ്റെ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനു മുന്നേ 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടെമ്പിൾ അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ള. ഒന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും 2 മാസാനിയമ്മൻ ദേവി ക്ഷേത്രവും. അപ്പോൾ വരുന്ന ടെമ്പിൾ സീരീസ് എല്ലാവരും കാണുക. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തൊഴാൻ അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യുക. നിങ്ങളവിടെ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട്സൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. നന്ദി, നമസ്കാരം.